നമസ്കാരം. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയ സമയത്ത് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ബോളിവുഡ് ചിത്രത്തിനെ കുറിച്ചുള്ള ചില ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിലറിൽ ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം ആയിട്ടുള്ള രണ്ട് മൂന്ന് പേര് ചേർന്നിട്ട് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങിയ സമയത്തും ധാരാളം വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ചിത്രത്തിന് കേന്ദ്ര സർക്കാർ അവാർഡും മറ്റൊക്കെ നൽകുകയും ആ സിനിമയെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം വീണ്ടും കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു ചിത്രവുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഹിന്ദു ആയിട്ടുള്ള പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്യിപ്പിച്ച് മതം മാറ്റി വിവാഹം കഴിക്കുന്നു, ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളെയൊക്കെയാണ് ഈ ഒരു ചിത്രം നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ വലിയ രീതിയിലാണ് കേരളത്തിൽ ഈ ഒരു ചിത്രത്തിന് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. രാഹുൽ ഈശ്വർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിനെതിരായിട്ട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചിത്രത്തിന്റെ റിലീസിങ്ങും അതുപോലെ സെൻസറിങ്ങും ഒക്കെ തടയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു ഹർജിയും ഇപ്പം ചില ആളുകൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഒരു കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കുറച്ചു മുമ്പ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായി. അതായത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് മുരളി ഗോപി തിരക്കഥ എഴുതിയിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ വലിയ പരാജയമൊക്കെ ആയിരുന്നെങ്കിൽ കൂടി ആ സിനിമയെ കുറിച്ച് വലിയ രീതിയിലുള്ള ചില കാര്യങ്ങളും വിമർശനങ്ങളൊക്കെ ആ കാലഘട്ടത്തിലും നേരിട്ടുണ്ട്. അതായത് ഗുജറാത്ത് കലാപത്തിനെ വക്രീകരിച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ യഥാർത്ഥ മുഖം മാറ്റിയിട്ട് കൃത്രിമമായിട്ടുള്ള മറ്റൊരു കഥയാണ് ഈ ഒരു സിനിമയിലൂടെ സംസാരിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പല ആളുകളും പറഞ്ഞിരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു സംഭവമാണെന്ന്, അതുകൊണ്ട് ഏത് തരത്തിൽപ്പെട്ട കഥകളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുമെന്നായിരുന്നു മലയാളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ കേരള സ്റ്റോറി വന്ന സമയത്ത് മലയാളികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് വന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ഒരു കാര്യമാണ്. അതായത് എമ്പുരാൻ പോലെയുള്ള ഒരു സിനിമ നമ്മൾ സ്വീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് കേരള സ്റ്റോറി പോലെയുള്ള ഒരു സിനിമയെ നമ്മൾക്ക് സ്വീകരിച്ചുകൂടാ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിൽ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് അതിനെ കാണണ്ടോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാം. മറിച്ച് അതിനെ തടയിടാൻ ശ്രമിക്കുന്നത് മോശമാണെന്നുള്ള രീതിയിൽ സന്തോഷ് പണ്ഡിറ്റ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു സിനിമയായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും, അത് പ്രമുഖരായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളായി കഴിഞ്ഞാലൊക്കെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.